ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ. അതായത് ഇന്നലെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്കുണ്ടായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഇന്നലെ ഉണ്ടായ ഒരു ചെറിയ കാര്യം നിങ്ങൾ കമൻറ്റിലൂടെ എന്നെയും അറിയിക്കാം. ചെറിയ കാര്യം മതി. ഇപ്പം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറയാൻ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെയുള്ള ചില സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എന്തൊക്കെ ഇന്നലെ ചെയ്തു എന്നുള്ളത് ചെറിയ രീതിയിൽ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സെൻറ്റൻസ് ഇതാണ്: ഞങ്ങൾ ഇന്നലെ ലുലു മാളിലേക്ക് ബസ്സിലാണ് പോയത്. ഞാനും എൻ്റെ കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. സിമ്പിളായി നമ്മൾ സാധാരണ രീതിയിൽ നമുക്കത് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ ലുലു മാളിലേക്ക് ബസ്സിലാണ് പോയത്. ഞങ്ങൾ ഇന്നലെ ലുലു മാളിലേക്ക് ബസ്സിൽ പോയി എന്നാണ് പറയുന്നത്. എങ്ങനെയാ പറയുക? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഞങ്ങൾ എന്നുള്ളതിന് വി ആണ്. വി വെന്റ് ടു ലുലു മാൾ ബൈ ബസ് യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ബസ്സിൽ ലുലു മാളിലേക്ക് പോയി. അപ്പോൾ നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഞാനും എൻ്റെ കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാ പറയുക? ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും എന്നാണ്. മൈ ചിൽഡ്രൻ, ഹസ്ബൻഡ് ആൻഡ് മീ അല്ലേ. ഞാനും ആൻഡ് വേർ ഓൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലൂരലാണല്ലോ, അതുകൊണ്ട് തന്നെ വേർ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. വേർ ഓൾ ഉണ്ടായിരുന്നു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാസ്റ്റ് ആണല്ലോ. അപ്പോൾ എങ്ങനെ പറയാം? സ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവഴിക്കുക, അതിൻ്റെ പാസ്റ്റ് സ്പെൻഡ് എന്ന്. അപ്പോൾ ഇങ്ങനെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയോ? സ്പെൻഡ് എന്ന് പറയുമ്പം ഇങ്ങനെയാണ് കേട്ടോ. ക്ലിയർ ആവാൻ വേണ്ടി പറയാണ്. സ്പെൻഡ് ഇത് പ്രസന്റ് ആണ് പറയുന്നത്. ഇതിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സ്പെൻഡ്. ഇവിടെ ടി ആണെങ്കിൽ ഇവിടെ ടി ആണ്. ഇതാണ് സ്പെൻഡിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സ്പെൻഡ് സം ടൈം ദർ, അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു. ഇനി എങ്ങനെ ഇത് നമുക്ക് സെൻറ്റൻസ് ആക്കി പറയാനായിട്ട് പറ്റും? നമുക്ക് നോക്കാം. ഞങ്ങൾ ഇന്നലെ ലുലു മാളിലേക്ക് ബസ്സിലാണ് പോയത്, അല്ലെങ്കിൽ ബസ്സിൽ പോയി എന്നാണല്ലേ. വി വെന്റ്, ഞങ്ങൾ പോയി. വി വെന്റ് ടു ലുലു മാൾ ബൈ ബസ് യെസ്റ്റർഡേ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ലുലു മാളിലേക്ക് ബസ്സിൽ പോയി. പിന്നീട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആരൊക്കെയാണ് പോയത്? ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മൈ ചിൽഡ്രൻ, കുട്ടികൾ ചിൽഡ്രൻ. അപ്പോൾ മൈ ചിൽഡ്രൻ, ഹസ്ബൻഡ് ആൻഡ് ഞാനാണല്ലേ. അപ്പോൾ മീ, ഞാൻ എന്ന് പറയാൻ മീ. വേർ അല്ലേ, പ്ലൂറൽ ആയതുകൊണ്ട് വേർ അല്ലേ, ഉണ്ടായിരുന്നു. വേർ ഓൾ, എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. അപ്പോൾ എങ്ങനെ പറയാം? കുറച്ച് സമയം സ്പെൻഡ് ചിലവഴിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ സ്പെൻഡ് സം, കുറച്ച് സമയം അല്ലേ, കുറച്ച് സമയം. അപ്പോൾ സ്പെൻഡ് സം ടൈം കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ലുലു മാളിലേക്ക് ബസ്സിലാണ് പോയത്. ഞാനും എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. എന്നെങ്ങനെയാ പറയുക? വി വെന്റ് ടു ലുലു മാൾ ബൈ ബസ് യെസ്റ്റർഡേ. പിന്നെ എന്താ പറയുന്നത്? മൈ ചിൽഡ്രൻ, ഹസ്ബൻഡ് ആൻഡ് മീ സ്പെൻഡ് സം ടൈം ദർ. നെക്സ്റ്റ് സെൻറ്റൻസ്: കൃത്യസമയത്ത് ബസ് കിട്ടി, അതുകൊണ്ട് വേഗം അവിടെ എത്തി. കൃത്യസമയത്ത് ബസ് കിട്ടി, അതുകൊണ്ട് വേഗം അവിടെ എത്തി. ഈ കൃത്യസമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഓൺ ടൈം എന്നാണ്. അപ്പം
കൃത്യസമയത്ത് ബസ് കിട്ടി എന്നാണ്. അപ്പോൾ പാസ്റ്റ് ആണ്, ഇന്നത്തെ കാര്യമാണ്. അപ്പോൾ എങ്ങനെ പറയാം? കൃത്യസമയത്ത് ബസ് കിട്ടി, അതുകൊണ്ട് വേഗം അവിടെ എത്തി എന്നാണ്. സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? കൃത്യസമയത്ത് ബസ് കിട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട്, കൃത്യസമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ ടൈം എന്നാണ്. സോ എന്താ പറയണ്ടേ? ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി. ഗോട്ട് ദ ബസ് ഓൺ ടൈം. സോ അതുകൊണ്ട് റീച്ച്ഡ് ദ ക്വിക്കിലി. റീച്ച്ഡ് ദ ക്വിക്കിലി, അതുകൊണ്ട് വേഗം, വേഗം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ക്വിക്കിലി എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോ റീച്ച്ഡ് ദ ക്വിക്കിലി, വേഗം അവിടെ എത്തി. അപ്പോൾ എങ്ങനെയാ സെന്റൻസ് പറയാം? കൃത്യസമയത്ത് ബസ് കിട്ടി. ഗോട്ട് ദ ബസ്, ഗോട്ട് ദ ബസ് ഓൺ ടൈം അല്ലേ? ഓൺ ടൈം, കൃത്യസമയത്ത് ബസ് കിട്ടി. സോ അതുകൊണ്ട് വേഗം അവിടെ എത്തി. എത്തുക റീച്ച്ഡ്, റീച്ച്ഡ് എത്തി അവിടെ എന്നല്ല. അപ്പം സോ റീച്ച്ഡ് ദ ക്വിക്കിലി. സോ റീച്ച്ഡ് ദ ക്വിക്കിലി. അപ്പൊ എങ്ങനെ പറയാ? ഗോട്ട് ദ ബസ് ഓൺ ടൈം, ഗോട്ട് ദ ബസ് ഓൺ ടൈം, സോ റീച്ച്ഡ് ദ ക്വിക്കിലി. കൃത്യസമയത്ത് ബസ് കിട്ടിയത് കൊണ്ട് വേഗം അവിടെ എത്തി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2 സെൻറ്റൻസ് ആണ്. രണ്ടും കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസ് ആണ്, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നലെ എനിക്കുണ്ടായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുപോലെ നിങ്ങൾക്കുണ്ടായ എന്തെങ്കിലും ചെറിയ ഒരു സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.